വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ പ്രോഗ്രാം എല്ലാവർക്കും ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് അകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ അയക്കുന്നത്. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിട്ടുള്ളത് ക്രിസിൽഡ, കണ്ണൂരിൽ നിന്നുള്ള പ്രായം ചെന്നൊരു സഹോദരിയാണ്. നമുക്ക് ഒരുമിച്ച് ആ സഹോദരിക്കും പ്രാർത്ഥന വിഷയങ്ങൾക്കുമായി ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഷുഗർ പ്രോബ്ലം അങ്ങ് സൗഖ്യമാക്കണമേ, കണ്ണിൻ്റെ പ്രശ്നങ്ങൾ അങ്ങ് മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗങ്ങളും ആ ശരീരത്തെ വിട്ടുമാറട്ടെ. പൂർണ്ണ സൗഖ്യത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, സഹോദരൻ മനോഹരനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ ആ മാനസിക പ്രശ്നങ്ങളെല്ലാം അങ്ങ് മാറ്റി സൗഖ്യമാക്കണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യം ഉണ്ടാകട്ടെ. അമ്മായിയായ ഹിൻഡയ്ക്കായി പ്രാർത്ഥിക്കുന്നു. 90 വയസ്സുള്ള ആ സഹോദരിയെയും കർത്താവെ അങ്ങ് എല്ലാ അനുഗ്രഹങ്ങളാലും നിറച്ച് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബം മുഴുവൻ യേശുവിൻ്റെ അനുഗ്രഹത്താലും ഐശ്വര്യത്താലും നിറയട്ടെ. കർത്താവെ, നീ അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന സന്ദേശം ഇറ്റ്സ് എ വെരി പവർഫുൾ മെസ്സേജ് ഫ്രം കോട്ടയം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ. ഗോഡ് ദ ബെസ്റ്റ് ഗിവർ, ഏറ്റവും നല്ല ദാതാവായ ദൈവം. ദൈവത്തെ നൽകുന്ന കാര്യത്തിൽ ആർക്കും തോൽപ്പിക്കാൻ സാധ്യമല്ല. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനും ദൈവത്തിന് വേണ്ടി നിലകൊള്ളാനും കൂടുതൽ ഒരു ഉത്സാഹവും പ്രോത്സാഹനവും നിങ്ങൾക്ക് കർത്താവ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ഒരുമിച്ച് കോട്ടയം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ നടന്ന ആ സന്ദേശത്തിലേക്ക് പോകാം. അവസാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം മിക്കവാറും സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് പോലും മനപാഠം അറിയാവുന്ന ഒരു വാക്യമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം നന്മകളാണ് ദൈവം നമുക്ക് നൽകുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഗോഡ് ഈസ് ദ ബെസ്റ്റ് ഗിവർ, ഏറ്റവും നല്ല ദാതാവ്. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളവനും മനസ്സുള്ളവനും നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പലതും മറ്റുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് അകത്തൊരു പ്രയാസം പോലെ തോന്നും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളത് മാറ്റിവെക്കും. ഇത് കൊടുക്കണ്ട. ചിലതൊക്കെ നമ്മൾ ധാരാളമായി കൊടുക്കും. ചില വ്യക്തികളുണ്ട്, മറ്റുള്ളവർക്ക് പലതും കൊടുക്കുന്നതിൽ, പണം കൊടുക്കുന്നതിലായാലും ഗിഫ്റ്റുകൾ കൊടുക്കുന്നതിലായാലും സ്നേഹം കൊടുക്കുന്നതിലായാലും പിശുക്കില്ലാത്ത മനുഷ്യരുണ്ട്. എന്നാൽ ചിലർക്ക് ഭയങ്കര പിശുക്ക. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തെ പോലെ കൊടുക്കുവാൻ കഴിവുള്ള വേറെ ആരും ഇല്ല. എത്ര പേർ ആമേൻ പറയും? Nobody can beat God in giving. കൊടുക്കുന്ന കാര്യത്തിൽ ദൈവത്തെ തോൽപ്പിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ടാണ് നാം കർത്താവിൻ്റെ വേലയിലേക്ക് വിതയ്ക്കുമ്പോൾ ദൈവം പറയുന്നത്, ഞാൻ ആ പൈസ നിനക്ക് ആവശ്യമുള്ളപ്പോൾ മടക്കിത്തരാം എന്നല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 100 മടങ്ങായി ഞാനിത് നിനക്ക് തിരികെ തരാം. ഹല്ലേലൂയ. നമ്മുടെ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ വരുമ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്ത പണം അനേകം മടങ്ങുകളായി വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 6:38 നമ്മൾ വായിക്കുന്നത്, അമർത്തി കുലുക്കി നല്ല അളവ് നമ്മുടെ മടിയിൽ അവൻ തന്നിരിക്കും. ഹല്ലേലൂയ. ദൈവം നമുക്ക് നൽകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൻ്റെ സ്നേഹമാണ്. എല്ലാവരും പറയാം, ദൈവസ്നേഹം. ഉറക്കെ പറഞ്ഞാലും ദൈവസ്നേഹം. ആദ്യമായി ദൈവം നമുക്ക് നൽകുന്നത് തൻ്റെ സ്നേഹമാണ്. ദൈവം നമുക്ക് പല ഗിഫ്റ്റുകളും ദാനങ്ങൾ നൽകുന്നുണ്ട്. ദൈവം നമുക്ക് വാഗ്ദത്തങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാം തന്നെ വ്യവസ്ഥകൾക്ക് അധിഷ്ഠിതമാണ്. അല്ലെങ്കിൽ ഗോഡ്സ് പ്രോമിസസ് ആർ കണ്ടീഷണൽ.
ചില വ്യവസ്ഥകൾ വെച്ചാണ് ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നത്. എന്നാൽ സ്നേഹം അങ്ങനെയല്ല. ഗോഡ്സ് ലവ് ഈസ് അൺകണ്ടീഷണൽ. ഗോഡ്സ് പ്രോമിസസ് ആർ കണ്ടീഷണൽ. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ദൈവം ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാമോ? ആരെയൊക്കെ സ്നേഹിക്കുന്നുണ്ട്? പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്, ശരിയാണോ? പ്രാർത്ഥിക്കാത്തവരെയോ? അവരെയും സ്നേഹിക്കുന്നുണ്ട്. വിശുദ്ധിയിൽ ജീവിക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ട്. വിശുദ്ധിയിൽ ജീവിക്കാത്തവരെ ദൈവം സ്നേഹിക്കുന്നുണ്ടോ? അവരെയും സ്നേഹിക്കുന്നുണ്ട്. കള്ളന്മാരെ ദൈവം സ്നേഹിക്കുമോ? പറയാമോ? കള്ളന്മാരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. ദുഷ്ടന്മാരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. സകലരെയും ദൈവം സ്നേഹിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രത്യേകത, കുറെ ആളുകളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും, കുറെ ആളുകളോട് ചിലപ്പോൾ വെറുപ്പുമായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ പ്രത്യേകത, ദൈവം സകലരെയും സ്നേഹിക്കുന്നു. പിന്നെ ദൈവം സ്നേഹിക്കാത്തത് നമ്മുടെ തെറ്റുകളെയാണ്, നമ്മുടെ പാപങ്ങളെയാണ്. ഇത് വ്യക്തമായി നമ്മൾ അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരുപക്ഷെ ഒത്തിരി പേര് പ്രസംഗിച്ച് നിങ്ങൾ കേട്ട് കാണും, ദൈവം പാപികളെ സ്നേഹിക്കുന്നു, പാപത്തെ വെറുക്കുന്നു. കേട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. ഒരിക്കലും എൻ്റെ മകൻ എന്തോ ഒരു വലിയൊരു തെറ്റ് കാണിച്ചു, ഒരു കുരുത്തക്കേട് കാണിച്ചു. അപ്പം അവന് തന്നെ മനസ്സിലായി, ഡാഡയ്ക്ക് എന്നോട് ഇപ്പോൾ ദേഷ്യം വന്നിരിക്കുകയോ എന്നുള്ളത് അവന് മനസ്സിലായി. ഞാൻ അവനെ അടുത്ത് വിളിച്ചിട്ട് മോനോട് പറഞ്ഞു, മോനെ, നിന്നോട് എനിക്ക് ഒരു വെറുപ്പുമില്ല, പക്ഷെ നീ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊക്കെ പറയാറില്ലേ മക്കളോട്, മക്കളോട് എനിക്ക് വലിയ സ്നേഹം, പക്ഷേ ചെയ്യുന്നത് ശരിയല്ല. ഇതുപോലെയാ ദൈവം നമ്മളോട് പറയുന്നത്, നീ എത്ര വലിയ പാപത്തിൽ ജീവിച്ചാലും വ്യക്തിപരമായി നിന്നെ കർത്താവ് സ്നേഹിക്കുന്നു. മദ്യപാനിയായ നിങ്ങളുടെ ഭർത്താവിനെ യേശു സ്നേഹിക്കുന്നുണ്ടായിരിക്കുമോ? ആർക്ക് പറയാം? സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിക്കുന്നുണ്ട്. നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമായിരിക്കാം. കാരണം എല്ലാ ദിവസവും കുടിച്ചു വന്ന് കൂത്താടി പൈസ നശിപ്പിച്ച് മക്കൾക്ക് സ്വസ്ഥത കൊടുക്കാതെ വീട്ടിൽ കലഹം ഉണ്ടാക്കുന്ന ഭർത്താവിനെ ഒരുപക്ഷെ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കാം, പക്ഷെ ദൈവം ആ വ്യക്തിയെ സ്നേഹിക്കുന്നു, എന്നാൽ മദ്യപാനത്തെ വെറുക്കുന്നു. ഹല്ലേലൂയ. ഇനി നമുക്കുണ്ടാവുന്നൊരു പ്രശ്നം, രാവിലെ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ തലേദിവസം ചെയ്ത കുരുത്തക്കേടുകളെല്ലാം ഓർമ്മയിൽ വരും. വേണ്ടാത്ത ഞാൻ സംസാരിച്ചു, അയ്യോ അതെല്ലാം ചെയ്തു പോയി, അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തിരിക്കുക, കർത്താവ് എന്നോട് വഴക്കിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ തന്നെ മൂടില്ലാതെ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ എഴുന്നേറ്റ് പോകും. പക്ഷെ ദൈവം എന്താ പറയുന്നതെന്ന് അറിയാമോ? മോനെ, മോളെ, നിന്നെ ഇപ്പോഴും ഞാൻ സ്നേഹിക്കുന്നു. നീ ഇന്നലെ ഒത്തിരി തെറ്റുകൾ ചെയ്തു, എങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ എന്ത് ചെയ്താൽ മതി? ആ പാപങ്ങൾ അങ്ങ് ഏറ്റുപറഞ്ഞ് അതങ്ങ് ഉപേക്ഷിച്ച് എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നാൽ മാത്രം മതി. ഞാൻ നിന്നെ വ്യവസ്ഥകളില്ലാതെ സ്നേഹിക്കുന്ന ദൈവമാണ്. കൈകൾ വീശി ഹല്ലേലൂയ പറയാമോ? അടുത്തിരിക്കുന്ന ആളോട് പറയുക, ദൈവം നിങ്ങളെ എല്ലാ സമയത്തും സ്നേഹിക്കുന്നു. തെറ്റ് ചെയ്താലും സ്നേഹിക്കുന്നു. ധൂർത്തപുത്രന്റെ ഉപമയിൽ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഈസ് ദ ചാപ്റ്റർ ഓഫ് ദ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട്. നഷ്ടപ്പെട്ടതിനെ കണ്ടെത്തുന്ന അധ്യായമാണ് ലൂക്കോസ് 15. 3 കാര്യങ്ങളാണ് അവിടെ നഷ്ടമാകുന്നത്. ഒരു ഉപമയിൽ നഷ്ടമാകുന്നത് നാണയമാണ്, അടുത്ത ഉപമയിൽ നഷ്ടമാകുന്നത് ഒരു ആടിനെയാണ്, മൂന്നാമത്തെ ഉപമയിൽ നഷ്ടമാകുന്നത് ഒരു മകനെയാണ്. 3 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, 3ഉം കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ഉല്ലാസം ഉണ്ടായി, ആ വീട്ടിൽ വലിയൊരു സന്തോഷം ഉണ്ടായി. 3ാമത്തെ ഉപമയിൽ നഷ്ടപ്പെട്ട മകനെ നമ്മൾ എല്ലാവരും ചേർന്ന് ആ മകനെ ധൂർത്തപുത്രൻ എന്നാണ് വിളിക്കുന്നത്. ഈ ധൂർത്തടിച്ച പുത്രൻ മടങ്ങി വന്നപ്പോൾ ഒരിക്കലും പോലീസുകാരെ കൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചില്ല. പകരം എന്താ ചെയ്തത്? അവനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് അവൻ്റെ അവസ്ഥ എന്തായിരുന്നിട്ട് പാപ്പരായി എല്ലാം നശിപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എങ്കിലും ആ പിതാവ് തന്നെ കൈക്കൊണ്ട് അവനെ കുളിപ്പിച്ചു, ഷേവ് ചെയ്യിപ്പിച്ചു, നല്ല ഡ്രസ്സ് കൊടുത്തു, മോതിരം കൊടുത്തു, ചെരുപ്പ് കൊടുത്തു. മാത്രമല്ല ഒരു വലിയ സദ്യയും അവിടെ ഒരുക്കി. ഇതെന്തിനാ യേശു പറഞ്ഞെന്നറിയാമോ? സ്വർഗത്തിലെ പിതാവിൻ്റെ ഹൃദയം ഇതിനേക്കാൾ നല്ലതാ.
മനുഷ്യരൊക്കെ ഇങ്ങനെ ചെയ്യുമെങ്കിൽ അതിനേക്കാൾ നല്ലവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഏറ്റവും ആദ്യമായി ദൈവം നമുക്ക് നൽകുന്നത് തൻ്റെ സ്നേഹമാണ്. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് അൺകണ്ടീഷണൽ. അതുകൊണ്ട് ദൈവസ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടപ്പെടുകയില്ല. ദൈവം നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ തിരിച്ച് ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിലോ നമുക്കാ നഷ്ടം. പലരും ദൈവസ്നേഹം ഇങ്ങോട്ട് സ്വീകരിക്കും, അങ്ങോട്ട് കൊടുക്കാറില്ല. ദൈവസ്നേഹം പലപ്പോഴും ഒരു വൺ വേ ലവ് എന്നാണ് അതിനെ പറയുന്നത്. കാരണം അങ്ങോട്ട് തിരികെ സ്നേഹിച്ചില്ലേലും ദൈവം നമ്മെ സ്നേഹിക്കും. പക്ഷെ തിരികെ അങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിൽ നമുക്കാ നഷ്ടം. രണ്ടാമതായി ദൈവം നമുക്ക് നൽകിയത് തൻ്റെ പുത്രനെയാണ്. ഹല്ലേലൂയ. God gave his son. God is the best giver. God gave us his love. Then God gave us his son. ആ വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ കണ്ട ഒരു കാര്യം, തൻ്റെ ഏകജാതനായ പുത്രനെ നമുക്ക് നൽകുവാൻ തക്കവണ്ണം അവൻ ലോകത്തെ സ്നേഹിച്ചു. അതല്ലെങ്കിൽ ദൈവം തൻ്റെ ഏകജാതനായ മകനെ, ഏകജാതനായ എന്ന് പറഞ്ഞാൽ ഓൺലി വൺ സൺ, ഏക മകനെ, വേറൊരു മകനില്ല, ആ ഏക മകനെ താൻ സ്നേഹിച്ചതിനേക്കാൾ അധികം. നമുക്കറിയാം, ഒരു മകനെ ഉള്ളെങ്കിൽ ഭയങ്കര സ്നേഹമായിരിക്കും ആ മോനോട്. ഒരു മകനെ ഉള്ളെങ്കിൽ ആണായിട്ടും പെണ്ണായിട്ടും കൊടുക്കേണ്ടതെല്ലാം മേടിച്ചു കൊടുത്ത്, താലോലിച്ച്, ലാളിച്ച്, ഓമനിച്ച്, ഉമ്മ കൊടുത്ത്, താരാട്ട് പാടി ഉറക്കി നമ്മൾ വളർത്തും. ഏറ്റവും വേറൊരാളെ സ്നേഹിക്കാനില്ല, അതുപോലെ സ്നേഹമാണ്. അതുപോലെ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ ദൈവത്തിന് അത്രയും സ്നേഹമായിരുന്നു. എന്നാൽ യോഹന്നാൻ 3:16 അനുസരിച്ച് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവൻ പാപികളായ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശുവിനെ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തത്. എത്ര പേർക്ക് മനസ്സിലായി? യേശുവിനെ പിതാവായ ദൈവം സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവൻ നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് യേശുവിനെ മരിക്കുവാൻ വേണ്ടി അവൻ അനുവദിച്ചു. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരു മകനെ ഉള്ളെന്നിരിക്കട്ടെ. ആ മകനെ കുറേയധികം ദുഷ്ടന്മാർ കൂട്ടുകൂടി നിൽക്കുമ്പോൾ ആരെ കിട്ടിയാലും കൊല്ലും, കവർച്ച ചെയ്യും. അങ്ങനെയുള്ള ഒരു കൂട്ടം പുരുഷന്മാർ നിൽക്കുമ്പോൾ നിങ്ങൾ ഓമനിച്ച് വളർത്തിയ ഒരു 15 വയസ്സുള്ള നിങ്ങളുടെ മകനെ ആ ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് നിങ്ങൾ കൊടുക്കുമോ? നമ്മൾ ആരും കൊടുക്കില്ല. പക്ഷെ ദൈവം കൊടുത്തു. റോമൻ പടയാളികളുടെ കയ്യിലേക്ക് നമുക്ക് വേണ്ടി മരിക്കുവാൻ, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യേശുവിനെ അവൻ വിട്ടുകൊടുത്തു. നമ്മൾ ആരും ചെയ്യാത്ത കാര്യം പിതാവായ ദൈവം ചെയ്തു. എന്തുകൊണ്ടെന്നറിയാമോ? തൻ്റെ സ്വന്തം പുത്രനെ സ്നേഹിച്ചതിനേക്കാൾ അധികം അവൻ നമ്മെ സ്നേഹിച്ചതുകൊണ്ട്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ച ബില്ലി ഗ്രഹാം എന്ന ലോക പ്രശസ്തനായ സുവിശേഷകൻ ഒരിക്കൽ പറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഒരിക്കൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ഒരു പിതാവുള്ള ഒരു വീട്, അമ്മയുണ്ട്, മോനുണ്ട്. അപ്പൻ പട്ടാളത്തിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ ഈ കുഞ്ഞ് ചെറുതായിരുന്ന സമയത്ത് പട്ടാളത്തിൽ പോയതാണ്. കുഞ്ഞ് വളർന്നു, 3 വയസ്സായി, 4 വയസ്സായി, പിതാവിനെ കണ്ടിട്ടില്ല. അപ്പോൾ അമ്മ ചെയ്യുന്നത്, അവൻ്റെ ഡാഡിയെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വലിയൊരു ഫോട്ടോ ഉണ്ട്, ഡാഡിയുടെ ഫോട്ടോ. ഈ ഫോട്ടോ എടുത്തിട്ട് കാണിച്ചു കൊടുക്കും, മോനെ ഇതാണ് നിൻ്റെ ഡാഡി. അങ്ങനെ വർഷങ്ങളിങ്ങനെ ഈ ഫോട്ടോയിൽ നോക്കും, ഇതാണ് എൻ്റെ ഡാഡി. ഇവൻ എന്തെങ്കിലുമൊക്കെ കരയുമ്പോൾ ഞാൻ ഡാഡിയോട് പറയും, അപ്പോൾ അവൻ ആ ഫോട്ടോയിലേക്ക് നോക്കും. എന്ന് മാത്രമല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഫോട്ടോ കാണിച്ചു കൊടുക്കും. ഒരു ദിവസം ഈ കുഞ്ഞ് പറഞ്ഞു, ഞാൻ കുറേ നാളായി ഈ ഫോട്ടോ കാണുന്നു, ഈ ഡാഡി ഒന്ന് ആ ഫോട്ടോയിൽ നിന്നും ഇങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നെങ്കിൽ എനിക്കൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കായിരുന്നു. അവൻ്റെ ആഗ്രഹമാണ് ഈ ഡാഡി ഒന്ന് ഈ ഫോട്ടോയിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ്
ഒരു ദിവസം അവൻ്റെ ഒറിജിനൽ ഡാഡി പട്ടാളത്തിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവനൊരു കാര്യം മനസ്സിലായി. കുറേ നാളായി ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഫോട്ടോയിൽ നിന്ന് എൻ്റെ ഡാഡി ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ. അന്ന് ഡാഡിയെ അവൻ നേരിൽ കണ്ടു, കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്തു. ഇതുപോലെയാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം അദൃശ്യനാണ്, നാം കണ്ടിട്ടില്ല. നമുക്കൊക്കെ ആഗ്രഹമുണ്ടായി ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ, സ്വർഗത്തിൽ നിന്ന് ദൈവം ഒന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ. കുറേ പേര് പറയാറുണ്ട്, ദൈവം ഒന്ന് സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വന്നിരുന്നെങ്കിൽ. ഒരു ദിവസം സ്വർഗത്തിൽ നിന്നും ദൈവം ഇറങ്ങി വന്നു, അതാണ് യേശു. അദൃശ്യനായ ദൈവം ദൃശ്യമായ രൂപത്തിൽ ഇറങ്ങി വന്നു 2000 വർഷങ്ങൾക്ക് മുൻപ്. അതാണ് ഇന്ന് ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ആഘോഷിക്കുന്നത്. അദൃശ്യനായ ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. സോ ഒന്നാമത് അവൻ നമുക്ക് തൻ്റെ സ്നേഹത്തെ നൽകുന്നു. രണ്ടാമത് അവൻ നമുക്ക് തൻ്റെ പുത്രനെ തന്നു. നിങ്ങൾക്ക് വേണ്ടി ഇതാ ഞാൻ എൻ്റെ മകനെ അയച്ചു തരുന്നു. ഹല്ലേലൂയ. ബൈബിൾ സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ, വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പിൻ. എത്ര പേർ വായിച്ചിട്ടുണ്ട് ആ വാക്യം? നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിക്കുവാൻ പുത്രനെ ചുംബിപ്പിൻ. യൂദ ചുംബിച്ചതുപോലെ ചുംബിക്കരുത്. എങ്ങനെയാ ചുംബിക്കേണ്ടത്? സ്നേഹത്തോടെ, അവനെ ആരാധിച്ച്, അവനെ ഏറ്റവും ഇഷ്ടപ്പെട്ട് അവനെ ചുംബിച്ചാൽ വഴിയിൽ വെച്ച് അഥവാ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നശിച്ചു പോകുകയില്ല. എത്ര പേർ യേശുവിന് ഉമ്മ കൊടുക്കാറുണ്ട്? എത്ര പേർ യേശുവിനെ കിസ് ചെയ്യാറുണ്ട്? രാവിലെ എഴുന്നേറ്റിട്ട് യേശു കുറേ ഉമ്മ കൊടുക്കണം. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ വഴിയിൽ വെച്ച് നീ നശിച്ചു പോകുകയില്ല. ഹല്ലേലൂയ. മൂന്നാമതായി, എല്ലാം പറയാൻ സമയമില്ല, സമയമുള്ളത്രയും ഞാൻ പറയാം. മൂന്നാമതായി ദൈവം നൽകുന്നത് എന്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് അറിയാമോ? God is the best giver. ദൈവം ഏറ്റവും നല്ല ദാതാവാണ്, നമുക്ക് നൽകുന്നവനാണ്. എന്തെല്ലാമാണ് അവൻ നൽകുന്നത്? തൻ്റെ സ്നേഹം നൽകുന്നു, തൻ്റെ പുത്രനെ നൽകുന്നു. മൂന്നാമതായി, he gives his presence to us. തൻ്റെ സാന്നിധ്യത്തെ ദൈവം നൽകുന്നു. എത്ര പേർ ഹല്ലേലൂയ പറയും? ബ്രദർ, ഈ ആന്റിയുടെ പേര് ലീലാമ്മ, കടുത്തുരുത്തിയിൽ നിന്നാണ് വരുന്നത്. ഈ ആന്റിയും കഴിഞ്ഞ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇവിടെ വെച്ച് തന്നെ നടന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് പോയതാണ്. അന്ന് ആന്റി ഇവിടെ വന്നത് താൻ 6 മാസമായി തനിക്ക് വയറിൽ നല്ല വേദനയായിരുന്നു. അതിന് തൊട്ടടുത്ത ദിവസം ഡോക്ടറിന്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു യൂട്രസിന്റെ കംപ്ലൈന്റ് ആണ്, അടുത്ത ദിവസം വിശദമായ ചെക്കപ്പിന് വരാൻ പറഞ്ഞു. എന്നാൽ ആ പറഞ്ഞ ദിവസം നേരെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഇങ്ങോട്ട് വന്നു. അന്ന് പോയില്ല, ഡോക്ടറെ കാണാൻ പോയില്ല, ചെക്കപ്പ് മാറ്റി വെച്ചു, ഇവിടെ വന്നു. അന്ന് ഇവിടെ വെച്ച് തനിക്ക് പൂർണ്ണമായ ഹീലിംഗ് കിട്ടി. ഈ 6 മാസമായി ഉണ്ടായിരുന്ന വേദന ഇപ്പോൾ തന്റെ ഉദരത്തിൽ ഇല്ല എന്നാണ് ആന്റി ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രയാസമേ ഇപ്പോഴില്ല, ഇതുവരെ വന്നിട്ടില്ല, ഇതുവരെ ആ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ഇതുപോലെ ഇവിടെ പ്രാർത്ഥിച്ച് 24 വർഷമായി ആസ്മ മാറിപ്പോയതാ. നമ്മളുടേതോ? എന്റേത് ടി.വി. കൂടെ അന്നിവിടെ പറഞ്ഞായിരുന്നു. ആ കഴിഞ്ഞ 24 വർഷമായിട്ടുണ്ടായിരുന്നു, അത് മാറിപ്പോയി, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ ഈ വേദനയും മാറിപ്പോയി. അത് എന്നായിരുന്നു? അത് കഴിഞ്ഞ ആദ്യം ഇവിടെ ഒരു നേരത്തെ ഇതിനു മുമ്പ് ഒരു ഫെസ്റ്റിവൽ ഇല്ല, അതിനു മുമ്പ് ഞാനന്ന് ഇവിടെ സാക്ഷ്യം പറഞ്ഞിരുന്നു. അതിപ്പോ 4-5 മാസമായി. ഈ തണുപ്പിന്റെ സീസണൊന്നും ഇല്ല, ഒരു കുഴപ്പമില്ല, ഇതുവരെ വന്നില്ല. തണുപ്പ് വന്നിട്ടും ആസ്മ തിരിച്ചു വന്നിട്ടില്ല. കർത്താവ് ഈ സൗഖ്യങ്ങൾക്കായി നന്ദി പറയുന്നു. നിങ്ങൾ കണ്ട ഈ സാക്ഷ്യത്തിൽ എത്ര അത്ഭുതകരമായിട്ടാണ് വിശ്വാസത്തെ കർത്താവ് ഓണർ ചെയ്ത് മാനിച്ച് വിടുതലും സൗഖ്യവും കർത്താവ് കൊടുത്തത്. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതിനു മുൻപ് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ക്രിസിൽഡ എന്ന സഹോദരിയോടും കുടുംബത്തോടുമുള്ള പ്രത്യേകിച്ചുള്ള നന്ദി ലോകം എമ്പാടുമുള്ള ബ്ലെസ്സിംഗ് ടുഡേ പ്രേക്ഷകരുടെ പേരിൽ അറിയിക്കുന്നു. ധാരാളമായ ദൈവം ഈ പ്രായത്തിൽ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പല രാജ്യങ്ങളിൽ, പല ദൂരങ്ങളിൽ, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ദൂരമില്ലല്ലോ. ആകയാൽ കർത്താവെ, ആത്മാവിൽ ഞങ്ങളെല്ലാവരും അടുത്താണ്, ഒരുമിച്ചാണ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ത്രോട്ട് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ത്രോട്ട് ക്യാൻസർ മാത്രമല്ല, തൊണ്ടയോട് ബന്ധപ്പെട്ട് ഉള്ള രോഗങ്ങൾ,
അതേതായിരുന്നാലും, ക്യാൻസറാകാം, തൈറോയിഡ് ഗോയിറ്ററാകാം, വേറെ ഏത് രീതിയിലുള്ള ലാറിഞ്ചൈറ്റീസ് ഓർ ഫാറിഞ്ചൈറ്റീസ്, ഏത് രീതിയിലുള്ള പ്രശ്നമായിരുന്നാലും, പ്രത്യേകിച്ച് എനിക്ക് കാണാവുന്നത് ത്രോട്ടിൻ്റെ ഇവിടെ ഇങ്ങനെ ഹോളുണ്ടാക്കിയിട്ട് ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യത്തോടെ ഈ ദിവസങ്ങളിൽ തന്നെ ആരോഗ്യത്തിലേക്ക് മടങ്ങി വരട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. നട്ടലിൽ പ്രയാസമുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. നട്ടലിൻ്റെ ഡിസ്കുകളിൽ ഉള്ള പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അസ്ഥികളിലുള്ള പ്രശ്നങ്ങൾ, അസ്ഥികളകത്ത് മജ്ജയിലുള്ള പ്രശ്നങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ബ്ലഡിലുള്ള കുഴപ്പങ്ങൾ സൗഖ്യമാകട്ടെ. പരിപൂർണമായ സൗഖ്യവും വിടുതലും ശരീരത്തിലെ ഓരോ അവയവങ്ങളിലേക്കും വന്നു ചേരട്ടെ. മൂക്കിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങൾ, മൂക്കിൻ്റെ അകത്ത് ദശ വളരുക, അതുപോലെ മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുക, ഇങ്ങനെയുള്ള രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. സൗഖ്യമാകട്ടെ ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഷുഗർ വന്നിട്ട് ആന്തരിക അവയവങ്ങളിൽ പലതിനെയും അത് ബാധിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. താങ്ക് യു ഫാദർ. സൗഖ്യം പ്രാപിക്കട്ടെ. ശരീരത്തിലുള്ള വ്രണങ്ങൾ, ശരീരത്തിലുള്ള സ്കിൻ അലർജി യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫുഡ് അലർജി സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. വർഷങ്ങളായുള്ള നീണ്ടു നിൽക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിലുള്ള സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ. ഹല്ലേലൂയ. വർഷിപ്പ് യു, വർഷിപ്പ് യു, വർഷിപ്പ് യു, വർഷിപ്പ് യു, വർഷിപ്പ് യു. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എത്രയും വേഗം അങ്ങ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. അതുപോലെ ആർത്രൈറ്റിസ് രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. ചെവിയുടെ അകത്ത് നിന്ന് പഴുപ്പ് വരുന്ന രോഗങ്ങളെ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമുണ്ടാകട്ടെ. എല്ലാ വിടുതലുകളാലും കർത്താവ് നിറയ്ക്കുന്നതിനായി നന്ദി. സാമ്പത്തിക വിടുതലുകൾക്കായി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ജപ്തി മുന്നിൽ വന്നിരിക്കുന്നവർ ഇന്ന് തന്നെ കർത്താവെ അത്ഭുതകരമായ വഴികൾ അവർക്കായി അങ്ങ് തുറന്നു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. പ്രത്യേകിച്ച് സാറ എന്ന് പേരുള്ള ഒരു വീട്ടമ്മയാണ് കർത്താവിനെ കാണിക്കുന്നത്. സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ അതുപോലെ വല്ലാത്തൊരു ക്രൈസിസിൽ നിൽക്കുകയാണ്. കർത്താവ് ഒരു വലിയ വിടുതൽ ഈ സമയത്ത് നൽകാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ അനുഭവിക്കാൻ തുടങ്ങട്ടെ. ആ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന്, ക്രൈസിസിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. വർഷിപ്പ് യു ലോർഡ്. വീടിൻ്റെ പണികൾക്കായി പ്രാർത്ഥിക്കുന്നു. നന്നായി എത്രയും വേഗം വീട് പണിത് പൂർത്തിയാക്കാൻ സഹായിക്കണം. അതുപോലെ വീട്ടിൽ ശുദ്ധ ജലം ലഭിക്കാതെ കിണറാകാം, അല്ലെങ്കിൽ വാട്ടർ പൈപ്പാകാം, വാട്ടർ സപ്ലൈ ആകാം, ഇതിൽ ഒന്നും പറ്റാതെ ദൂരെ പോയി വെള്ളം കൊണ്ടുവരേണ്ട അവസ്ഥയിലായിരിക്കുന്നത്. അതിനുവേണ്ടി ഒത്തിരി നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം ഒരു വഴി ദിവസങ്ങൾ തുറക്കാൻ പോകാമെന്ന് കർത്താവിനോട് പറഞ്ഞു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ സാധാരണ പറയാറില്ല, പക്ഷേ അതെന്നെ കർത്താവ് കാണിക്കുന്നുണ്ട്. ഞാൻ പറയാം, അങ്ങനെ ശുദ്ധവെള്ളത്തിന് പ്രശ്നമുള്ള അനേക കുടുംബങ്ങൾ, നിങ്ങൾക്ക് വേണ്ടി ചില അത്ഭുതകരമായ ദൈവിക പദ്ധതികൾ തുറന്നു വരുന്നു. ഹാഗാറിന് വേണ്ടി ദൈവം പ്രവർത്തിച്ച അതേ ദൈവം നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. വിവാഹപ്രായമെത്തിയിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളികൾ അങ്ങ് കൊടുക്കണമേ. ജോലി വേണ്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, എവിടെയെല്ലാം ആവശ്യമുണ്ട് അവിടെയെല്ലാം കർത്താവിൻ്റെ കരം ചെന്ന് പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. ഫാദർ, യു ആർ ദ ബെസ്റ്റ് ഗിവർ. ഏറ്റവും നല്ല ദാതാവ് അങ്ങാണല്ലോ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ചാനൽ മാറ്റരുത്. ഈ പ്രോഗ്രാം അവസാനം വരെ കാണുക. ഈ ദിവസങ്ങളിൽ നടക്കുന്ന ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലുകളിൽ തീർച്ചയായും വന്ന് സംബന്ധിക്കണം. അതിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ഇതിന് ശേഷവും ഇടയ്ക്കുള്ള സ്ട്രിപ്പുകളിലെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കണ്ടു കാണും. അത് നോക്കി കുറിച്ചു വച്ച് ദിവസങ്ങളിൽ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ സംബന്ധിക്കുക. വലിയ അനുഗ്രഹങ്ങളുമായി നിങ്ങൾക്ക് മടങ്ങാൻ സാധിക്കും. സീ യു ടുമോറോ. ഗോഡ് ബ്ലെസ് യു. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് ന്യൂ. ഇന്നത്തെ ചോദ്യം,
ഇസ്രായേൽ മക്കളുടെ എണ്ണം ആദ്യമായി എടുത്തത് എവിടെ വെച്ചാണ്? ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഇസ്രായേൽ മക്കളുടെ എണ്ണം ആദ്യമായി എടുത്തത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: എ കാദേശ് ബർന, ബി മിസ്രൈം, സി യെരുശലേം, ഡി സീനായ് മരുഭൂമി. ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കാം. ഇസ്രായേൽ മക്കളുടെ എണ്ണം ആദ്യമായി എടുത്തത് എവിടെ വെച്ചാണ്? ഓപ്ഷൻസ്: എ കാദേശ് ബർന, ബി മിസ്രൈം, സി യെരുശലേം, ഡി സീനായ് മരുഭൂമി. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ ഇപ്പോൾ തന്നെ SMS ചെയ്യുക. നിങ്ങളുടെ SMS ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പ് ലഭിക്കേണ്ടതാണ്. നിങ്ങളുടെ ഉത്തരങ്ങൾ 99589959 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോമാറ്റ് BT സ്പേസ് ഓപ്ഷൻ A, B, C or D. ശരിയുത്തരം അയക്കുന്ന 5 പേർക്ക് OM ബോക്സ് നൽകുന്ന ഒരു അടിപൊളി സമ്മാനം ഞങ്ങൾ അയച്ചു തരുന്നതാണ്. ഇനി നാളത്തെ ബൈബിൾ ആനുവലിലൂടെ വീണ്ടും കാണാം. പ്രാർത്ഥനയ്ക്കും മറ്റ് വിവരങ്ങൾക്കുമായി ഇപ്പോൾ തന്നെ വിളിക്കുക 0484 4222 111 0484 4222 ഞങ്ങളുടെ വെബ്സൈറ്റുകൾ www.themasterministries.org, www.blessingtoday.tv, ഇമെയിൽ info@blessingtoday.tv. ഞങ്ങളുടെ അഡ്രസ് ബ്ലെസ്സിംഗ് ടുഡേ, പോസ്റ്റ് ബോക്സ് നമ്പർ 2215, ഇടപ്പള്ളി PO, കേരള, ഇന്ത്യ 682024.